നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അർജുനെ കണ്ടെത്താനുള്ള ശ്രമം പുരോഗമിക്കുകയാണ്. ഇപ്പോൾ ഇതാ ഈ വിഷയത്തിൽ പ്രതികരിച്ച് ഗവർണർ രംഗത്ത് വന്നിരിക്കുകയാണ്. വളരെ നിർഭാഗ്യകരമായ സംഭവമാണിതെന്ന് ഗവർണർ പറഞ്ഞു. 7 ദിവസമായി ഒരാൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നതിൽ ഗവർണർ നടുക്കം പ്രകടിപ്പിച്ചു. വിഷമകരമായ കാര്യമാണിതെന്നും രക്ഷാപ്രവർത്തനങ്ങൾ വേഗത്തിൽ നടക്കട്ടെ എന്നും ഗവർണർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അതേസമയം കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കാൻ നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് നിർദ്ദേശിച്ചതിനെ തുടർന്ന് ജസ്റ്റിസുമാരായ വിക്രംനാഥ്, PB വാരലെ എന്നിവർ ഇന്ന് പരിഗണിക്കുന്ന കേസുകളുടെ പട്ടികയിൽ ഹർജി ലിസ്റ്റ് ചെയ്തു. 68ാമത്തെ ഹർജിയായാണ് കേസ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. തിരച്ചിൽ ഊർജിതമാക്കാൻ കേന്ദ്ര സർക്കാരിനും കർണാടക സർക്കാരിനും നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് അഭിഭാഷകൻ KR സുഭാഷ് ചന്ദ്രനാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. അർജുനെ കണ്ടെത്തുന്നതുവരെ നിർത്താതെ തിരച്ചിൽ നടത്താൻ നിർദ്ദേശിക്കണമെന്നാണ് ആവശ്യം. സുപ്രീം കോടതിയിലാണ് ഫയൽ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഹർജി. എന്തായാലും സൈന്യത്തെ വിന്യസിക്കാനടക്കമുള്ള നിർദ്ദേശങ്ങൾ നൽകണമെന്ന ഒരു ആവശ്യമാണ് ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജൂലൈ 16-ാം തീയതി രാവിലെ കർണാടക ഗോവ അതിർത്തിയിലൂടെ കടന്നു പോകുന്ന പൻവേൽ കന്യാകുമാരി ദേശീയ പാതയിലായിരുന്നു കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുൻ അപകടത്തിൽപ്പെട്ടത്. മണ്ണിടിച്ചിലിൽ ദേശീയപാതയിലെ ചായക്കടയുടമയടക്കം 10 പേർ മരിച്ച സ്ഥലത്താണ് ലോറിയുടെ GPS ലൊക്കേഷൻ അവസാനമായി കണ്ടെത്തിയത്. ലോറിയുണ്ടെന്ന് സംശയിക്കുന്നിടത്ത് 10 മീറ്ററോളം ഉയരത്തിൽ മണ്ണ് മൂടിയ അവസ്ഥയിലായിരുന്നു. എന്തായാലും ഈ ഒരു അപകടം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളൊക്കെ എല്ലാവരും അർജുനെ കണ്ടെത്താനുള്ള ആ ഒരു വാർത്തയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 7ാം ദിവസമാണ്. ഇന്നും തിരച്ചിൽ പുരോഗമിക്കുകയാണ്. GPS സിഗ്നൽ പിന്തുടർന്ന് മണ്ണിനടിയിൽ നടത്തിയ തിരച്ചിൽ, അതിൽ അർജുനെ കണ്ടെത്താനാകാതെ വന്നു. ഇതോടെ ഇനിയുള്ള തിരച്ചിൽ ഗംഗാവലി പുഴയിലേക്ക് നടത്തുന്നുണ്ട്. കര നാവികസേനകളും NDRFും സംയുക്തമായാണ് തിരച്ചിൽ നടത്തുന്നത്. അതേസമയം മറ്റൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അർജുനും ലോറിയും മണ്ണിനടിയിൽപ്പെട്ട ശിരൂർ കുന്നിന്റെ ഉപഗ്രഹ ദൃശ്യങ്ങൾ ISROയുടെ കൈവശമില്ല എന്ന വിവരമാണത്. അപകട സമയത്ത് ഇന്ത്യൻ ഉപഗ്രഹങ്ങൾ ശിരൂർ കുന്നിൽ ദൃശ്യങ്ങൾ പകർത്തിയിട്ടില്ല എന്ന് കണ്ടെത്തി. അപകടം നടക്കുന്നതിന് 2 മണിക്കൂർ മുൻപും അതിനുശേഷം വൈകിട്ട് 6-നുമാണ് ഇവിടുത്തെ ദൃശ്യങ്ങൾ ഇന്ത്യൻ ഉപഗ്രഹങ്ങൾ പകർത്തിയിട്ടുള്ളത്. ഒരേ സ്ഥലത്തെ ദൃശ്യങ്ങളല്ല ഉപഗ്രഹങ്ങൾ പകർത്തുന്നത് എന്നതാണ് മറ്റൊരു നിർണായകമായ കാര്യം. കറങ്ങിക്കൊണ്ട് ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് സഞ്ചരിച്ച് മാറിയാണ് ഈ ഉപഗ്രഹ ദൃശ്യങ്ങൾ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സമയത്ത്, ആ മണ്ണിടിച്ചിൽ സമയത്തുള്ള ദൃശ്യങ്ങൾ അതിലില്ല എന്നതാണ് പുറത്തുവരുന്ന വിവരം. കർണാടക സ്റ്റേറ്റ് റിമോട്ട് സെൻസറിംഗ് ആപ്ലിക്കേഷൻ സെന്ററാണ് കർണാടകയിൽ ISROയ്ക്ക് വേണ്ടി ഇക്കാര്യങ്ങൾ നടത്തുന്ന നോഡൽ ഏജൻസി. ISRO അപകട സ്ഥലത്തിന്റെ വിവിധ ദൃശ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അതേസമയം ഈ അപകടം നടക്കുന്ന സമയത്ത് അവിടുത്തെ ദൃശ്യങ്ങൾ പകർത്തിയിട്ടില്ല എങ്കിൽ പോലും മറ്റ് രാജ്യങ്ങളുടെ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ ശേഖരിക്കുന്നുണ്ട്. അതിലെങ്ങാനും പതിഞ്ഞിട്ടുണ്ടോ എന്നതാണ് ഇനി അറിയാനുള്ള കാര്യം. ഏതെങ്കിലും രാജ്യത്തിന്റെ സാറ്റലൈറ്റ് ഇവിടുത്തെ ദൃശ്യങ്ങൾ പകർത്തിയോ എന്നാണ് ഇനി പരിശോധിക്കുന്നത്. ISROയിൽ ഈ ഒരു സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ ശേഖരിക്കാൻ KC വേണുഗോപാൽ MP ആണ് ഇടപെടൽ നടത്തിയത്. എന്തായാലും ഇന്ന് 7ാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അർജുൻ അപകടത്തിൽപ്പെട്ടിട്ട് ഇന്നും തിരച്ചിൽ പുരോഗമിക്കുകയാണ്. കരസേനയുടെ തീരുമാനം ഈ ഒരു മൺകൂനയുടെ പ്രദേശത്തെ മണ്ണ് മുഴുവനായി മാറ്റുക, ലോറി അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്തുക, അതിനുശേഷം പുഴയിലേക്ക് പോകുക എന്നൊരു രീതിയിലേക്കാണ് കാര്യങ്ങളായിരിക്കുന്നത്. റഡാർ ഉപയോഗിച്ചുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ അവിടെ പുരോഗമിക്കുന്നത്. എന്തായാലും ഏവരും പ്രതീക്ഷയോടെ ഉറ്റുനോക്കുകയാണ് കർണാടകയിലേക്ക്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.